ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. സോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മുടെ SSC RRB പരീക്ഷകൾക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ട് അവർ ചാടി കയറി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ കുത്തിക്കയറുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, ട്രിഗണോമെട്രി. സോ ട്രിഗണോമെട്രിയിൽ ലാസ്റ്റ് കുറച്ച് ചോദിച്ചേക്കുന്ന കുറച്ച് ട്വിസ്റ്റി, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിയേ. വലിയൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? tan square 30 plus sin square 90 plus cot square 60 plus sin square 30 into cos square 45 by sin 60 cos 30 minus cos 60 sin 30 equal to dash. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പകുതി ശ്വാസം പോകും. അമ്മേ ചത്ത്. ഇതിലെ ആൻസർ എങ്ങനെ ഇത് നോക്കാം കേട്ടോ. അതൊക്കെ കുറച്ച് ട്രിക്കി ആയിട്ട് നമുക്ക് സുഖമായിട്ട് ആൻസർ പറയാം. സോ ഫസ്റ്റ് എന്ത് നോക്കാം, ഇതിന്റെ ഡിനോമിനേറ്റർ നോക്കാം. എന്താണ്? sin 60 cos 30 മൈനസ് cos 60 sin 30. +2 ലെവലിൽ മാത്സ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ട്രിഗ്നോമെട്രിക്ക് ബേസ് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് പറയാം എന്താണ്, sin a cos b മൈനസ് cos a sin b എന്ന് പറയുന്നത് എന്തിന്റെ ഇക്വേഷൻ ആണ്? sin a മൈനസ് ബിയുടെ ഇക്വേഷൻ ആണെന്ന് ഫസ്റ്റ് തന്നെ കണ്ടാൽ മനസ്സിലാക്കാം. ഇതിന്റെ ഡിനോമിനേറ്റർ നമുക്ക് ചുരുക്കാവുന്ന sin 60 cos 30 നമ്മൾ പറഞ്ഞു എന്താണ്, sin a മൈനസ് ബി ആണ്. അപ്പൊ എന്താണ് sin 60 മൈനസ് 30 എന്ന് വരും. അത് പറയുന്നത് എന്താണ്, sin 30 തന്നെയാണ്. ഇറ്റ്സ് ഈക്വൽ ടു 1/2. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ആവശ്യം വരും. ഇനി നമുക്ക് മേൽവശത്തെ അഴിച്ചു പണിയാം, മുകൾ വശത്തെ അഴിച്ചു പണിയാം. എന്താണ്? sin 90 എത്രയാണ്? 1 ആണ്. സെറ്റ് കഴിഞ്ഞു. ഇനി 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ ന്യൂമറേറ്ററിലെല്ലാം ചുരുക്കാം. ന്യൂമറേറ്റർ ചുരുക്കുമ്പോൾ ഫസ്റ്റ് tan square 30 എടുക്കാം. tan square 30 എന്താണ്? tan 30 1/√3 ആണ്. tan square 30 എന്ത് വരും? 1/3 വരും. അത്യാവശ്യം നിങ്ങളെല്ലാം 30 60 45 90 ഈ 4 ആംഗിളുകളുടെയെങ്കിലും വാല്യൂസ് പക്കയായിട്ട് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് പലയിടത്തും ആവശ്യം വരും. സോ tan square 30 1/3 ആണ്, മനസ്സിലായി. പ്ലസ് sin square 90 1 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി cot square 60, tan 30യുടെ നേരെ സെയിം ആൻസർ എന്ത് വരിക? cot 60 വരിക. കാരണം എന്താണ്? tan π/2 മൈനസ് x ആണ് എന്ത്? cot x. അപ്പൊ എന്താണ്? cot square 60 എന്ന് പറയുന്നത് 1/tan square 60 ആണ്. അതായത് 1/√3 വരും. 1/√3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/3 തന്നെ വരും. സോ പ്ലസ് എന്ത് വരും? 1/3 വരും. പിന്നെ sin square 30 ഇൻറ്റു cos square 45. sin square 30 എത്രയാണ്? 1/2 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? 1/2 ആണ്. 1/2യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 വരും. ഇനി cos 45 എത്രയാണ്? 1/√2 ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 വരും. 1/2 വരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബൈ എന്താണ്? ബൈ വീണ്ടും ഒരു 1/2 ആണ്. ഇനി ന്യൂമറേറ്ററിനെ കണ്ട് ആഡ് ചെയ്യാം. 1/3 എന്തായി? 2/3 ആയി. 2/3 പ്ലസ് 1 എന്താവും? 2/3 പ്ലസ് 1 എന്താവും? 5/3 ആകും. അപ്പോൾ ബാക്കി ആഡ് ചെയ്യാം. എന്താണ്? 5/3 പ്ലസ് 1/4 ഇൻറ്റു 8, 4 ഇൻറ്റു 2 8 വരും. 1/8 വരും. ഡിവൈഡ് ബൈ 1/2. ഇനി ഇതിനെ കൂടെ ആഡ് ചെയ്താൽ മതി, ആൻസർ ആയി. എന്താണ്? 8 ഇൻറ്റു 5 40 ആണ്. 40 പ്ലസ് 3 ബൈ എന്ത് വരും? 11 വരും. ഡിവൈഡഡ് ബൈ 1/2 വരും. 40 പ്ലസ് 3 എന്താണ്? 43 ആണ്. സോ എന്ത് കിട്ടി നമുക്ക്? എന്താണ്? 43/24 ബൈ 1/2 എന്ന് കിട്ടി. സോ എന്ത് എഴുതാം? തന്നെ 43/24 ഇൻറ്റു 2 എന്ന് എഴുതാം. കട്ട് പേസ്റ്റ്. ഇവിടെ 12 വന്നു. സോ ആൻസർ എന്താണ്? 43/12 ആണ്. 43/12 ആൻസർ കിട്ടി. അത് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഏതാ നോക്കിയേ? ഓപ്ഷൻ 4. സൂക്ഷിച്ച് നോക്കി. എന്താണ്? 43/12 ആണ് എടുക്കുന്നത്. ഹായ്, അപ്പൊ ആൻസർ ആയി അല്ലേ? യെസ്. അപ്പൊ ആൻസർ എന്താ വരിക? 43/12 ആണ് വരിക. ഓക്കെ. സോ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് അത്യാവശ്യം കുറച്ച് ഫോർമുലാസ് അറിഞ്ഞാൽ തന്നെ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. ഒപ്പം തന്നെ ടേബിൾ വാല്യൂസ് കൂടി പക്കയായാലോ? സെറ്റ്, ഫുൾ ഡൺ. ഇപ്പൊ എന്താണ്? നേരെ ക്വസ്റ്റിന്റെ ഡിനോമിനേറ്റർ നേരെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. എന്താണ്? sin a cos b മൈനസ് cos a sin b. sin a മൈനസ് b അവിടെ കിടക്കട്ടെ, അത് മാറ്റി വെച്ചു. ഇനി ന്യൂമറേറ്ററിൽ എല്ലാ വേഗങ്ങളും അറിയാം. ഈസി, കാസ്റ്റിംഗ് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ആൻസർ. വേറെ ടഫായിട്ട് ഒന്നുമില്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എഴുതുക. അത്യാവശ്യം ആംഗിളുകളിലുള്ള സൈൻ കോസ് ടാൻ എന്നിവയുടെ വില അറിയാമെങ്കിൽ ഒരു പേടിയും വേണ്ട അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിയേ.
2 sin 15 degree cos 15 degree minus 4 sin cube 15 degree cos 15 degree equal to dash. ഹായ്, വീണ്ടും 15ന്റെ വരെ നമുക്ക് അറിയില്ല അല്ലേ? sin 15ന്റെ വരെ നമുക്ക് അറിയില്ല, സത്യമാണ്. കാരണം നമ്മൾ 30, 60, 90 പഠിക്കണേ. ഒപ്പം തന്നെ 45 വരുന്നുണ്ട്. വേറെ ഒന്നിന്റെ വരെ നമുക്ക് അറിയില്ല. സോ പക്ഷേ ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എവിടെയാണെന്ന് നോക്കാം. ഈ സാധനം കണ്ടോ, എന്താണ്? 2 sin 15 cos 15. 2 sin x cos x എന്തിന്റെ ഇക്വേഷൻ ആണ്? sin 2x ന്റെ ഇക്വേഷൻ ആണ് അല്ലേ? 2 sin x cos x എന്ന് പറയുന്നത് sin 2x ന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ എന്താ എഴുതാം? ഇതിനെ sin 2 into 15 എന്ന് നേരെ എഴുതാം. എന്താണ്? sin 2 into 15 എത്രയാണ്? sin 30 ആണ് അല്ലേ? sin 30 ആണ്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്യാം. എന്താണ്? ഈ ഫസ്റ്റ് ടൈം sin 30 ആണ്, മാറ്റി വെച്ചേക്കുക. രണ്ടാമത്തെ ടൈം എഴുതുക 4 sin cube 15 cos 15. ഓക്കെ, ഇതിന് ഞാൻ ഇങ്ങനെ എഴുതാണ്, ശ്രദ്ധിച്ചു നോക്കുക. 2 sin square 15 into 2 sin 15 cos 15 എന്ന് എഴുതി. ഡൗട്ട് ഒന്നുമില്ലല്ലോ. 4 sin cube 15 2 sin square 15 into 2 sin 15 എന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ തന്നെ എന്തായി? ഈ സെക്കൻഡ് പാർട്ട് എന്തായി? sin 2 into 15 ആയി. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത അതേ ഇക്വേഷൻ അല്ലേ? അപ്പൊ എന്ത് കിട്ടി? 2 sin square 15 into sin 2 into 15 എന്ന് കിട്ടി. അപ്പൊ എന്തായി? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി മാറി? ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ചേഞ്ച് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ചേഞ്ച് എന്തായി? sin 30 minus 2 sin square 15 into വീണ്ടും ഒരു sin 30. രണ്ടിലും ഓരോ sin 30 കോമൺ എടുത്ത് പുറത്തേക്ക് ഇടുക. നമ്മൾ വച്ചുകൊണ്ടിരിക്കണതൊന്നും എന്താണ്? sin 30 into 1 minus 2 sin square 15 എന്നായി. അപ്പൊ എന്തായി? 1 minus 2 sin square x എന്തിന്റെ ഇക്വേഷൻ ആണ്? cos 2x ന്റെ ഇക്വേഷൻ ആണ് അല്ലേ? cos 2x ന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ എന്താ എഴുതാം? sin 30 into cos 2 into 15 എന്ന് നേരെ എഴുതാം. സോ sin 30 into cos 30 എന്നായി. ഇപ്പൊ എന്തായി വരിക? sin 30യുടെ വില 1/2 ആണ്. cos 30യുടെ വില √3/2 ആണ്. സോ ആൻസർ എന്ത് വന്നു? √3/4 എന്ന് വന്നു. എന്ത് വന്നു? √3/4 എന്ന് വന്നു. വിച്ച് ഈസ് ഓപ്ഷൻ 3 അല്ലേ? ഓപ്ഷൻ 3 അല്ലേ? √3/4. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഒന്നുപോലെ നമ്മൾ ഇക്വേഷൻസ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ, പിന്നെ അത്യാവശ്യം കുറച്ച് വിലകളും. ഇപ്പൊ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചേണ്ട ടേബിളാണ് എന്താ? ഓരോ ആംഗിളുകളുടെയും സൈൻ കോസ് ടാൻ്റെ വിലകളും, ഒപ്പം തന്നെ കുറച്ച് ബേസിക് ഇക്വേഷൻസും. ഇത്രയും പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നുള്ളൂ ഇന്ന് ട്രിഗ്നോമെട്രിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിയേ. എന്താണ്? കോസ് തീറ്റയുടെ വില വന്നിട്ടുണ്ട്. കണ്ടുപിടിക്കുന്നത് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് സീക് സ്ക്വയർ തീറ്റ എത്രയാണെന്നാണ്. കോസ് തീറ്റ എത്ര തന്നേക്കുന്നതെന്ന് വെച്ചാൽ കോസ് തീറ്റ തന്നേക്കുന്നത് 5/13 ആണ്. കോസ് തീറ്റ തന്നേക്കുന്നത് 5/13 ആണ്. കോസ് തീറ്റ 5/13 ആണെങ്കിൽ സീക് തീറ്റ എത്രയാണ്? സീക് തീറ്റ നമുക്ക് ഈസി ആയിട്ട് എന്താണ്? 13/5 ആണ് അല്ലേ? കോസ് തീറ്റ 5/13 ആണെങ്കിൽ സീക് തീറ്റ 13/5 ആണ്. സോ സീക് സ്ക്വയർ തീറ്റ എന്ത് വരും? സീക് സ്ക്വയർ തീറ്റ വരും 169/25. നോട്ട് ചെയ്ത് വെച്ചേക്കാം, ആവശ്യം വരും. ഓക്കെ, സീക് തീറ്റ സീക് സ്ക്വയർ തീറ്റ എന്ത് വന്നു? 169/25. ഫിക്സ് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ടാൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാം. നമുക്കറിയില്ല ടാൻ സ്ക്വയർ തീറ്റ എന്താണ്. പക്ഷെ നമ്മൾ ഒരാൾ ചിന്തിക്കുന്നുണ്ട് ടാൻ സ്ക്വയർ തീറ്റ എങ്ങനെ എഴുതാം? സീക് സ്ക്വയർ തീറ്റ -1 എന്ന് നമുക്ക് എഴുതാം. കാരണം എന്താണ്? സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആണ് എത്ര? 1. അപ്പൊ ടാൻ സ്ക്വയർ തീറ്റയുടെ ഇക്വേഷൻ എന്താണ്? സീക് സ്ക്വയർ തീറ്റ -1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? സീക് സ്ക്വയർ തീറ്റ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എന്താണ്? 169/25 എന്ന് കിട്ടി. -1 സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 169 - 25 എത്ര വരും? 144 വരും അല്ലേ? 144 വരും ബൈ 25 അല്ലേ? 144/25 വരും. അതാണ് ക്ലിയർ ആണല്ലോ? 144/25 കിട്ടി. സോ ടാൻ സ്ക്വയർ തീറ്റയുടെ വില കിട്ടി,
സീക്ക് സ്ക്വയർ തീറ്റയുടെ വില കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും നോക്കാം. 144/25 പ്ലസ് 169/25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരെ ആഡ് ചെയ്യുക. വേറെ ഒന്നും ഡിനോമിനേറ്റർ സെയിം ആണ്, നേരെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും നോക്കിയേ. 100 + 100 200 ആയി. 300 ആൻഡ് 313/25 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എന്താണ് 313/25 എന്ന ആൻസർ കിട്ടും, വിച്ച് ഈസ് ഓപ്ഷൻ നമ്പർ 1. കണ്ടോ, ഓപ്ഷൻ 1 ആണ്. കണ്ടോ, ഓപ്ഷൻ 1 നോക്കിയേ 313/25 ആണ്. അത്ര ഈസി ക്വസ്റ്റൻ ആണ് അല്ലേ. ആൻസർ എന്താ കിട്ടുക, 313/25 എന്ന ആൻസർ കിട്ടും. വളരെ ഈസി ക്വസ്റ്റൻ ആണ് അല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒന്നും ചെയ്ത് നമ്മൾ എന്താണ്, നമ്മൾ കോസിന്റെ വില വെച്ചാൽ ഫുൾ വിലയും കണ്ടുപിടിച്ചു അല്ലേ. കോസിന്റെ ഒറ്റ വിലയും നമുക്ക് ഫുൾ വിലയും കിട്ടി അല്ലേ. നോക്കിയേ, ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇതാണ്. നോക്കിയേ, sin square theta by cos theta into 1 plus cos theta plus 1 plus cos theta by cos theta എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, sin square theta by cos theta into 1 plus cos theta plus 1 plus cos theta by cos theta. നമുക്ക് ഇതിന്റെ ആൻസർ എഴുതി കണ്ടുപിടിക്കാം. എന്താണ് sin square theta by cos theta into 1 plus cos theta plus 1 plus cos theta divided by cos theta എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബൈ കോസ് തീറ്റയെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. കേട്ടോ, ബൈ കോസ് തീറ്റ 2 കിടക്കുന്നുണ്ട്, ബൈ കോസ് തീറ്റ പുറത്തേക്ക് വരട്ടെ. അപ്പൊ എന്ത് കിട്ടും, 1/cos തീറ്റ പുറത്ത് വരുമ്പോൾ ബാക്കി എന്തുണ്ട്, sin square theta by 1 plus cos theta plus 1 plus cos theta എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 1 plus cos theta ഒന്നിച്ചെടുത്തേക്കാം, സെപ്പറേറ്റ് ആക്കി എടുക്കണ്ട. സെപ്പറേറ്റ് ആകുമ്പോൾ ഒരു ഗുമ്മില്ല, അപ്പൊ ഒന്നിച്ചെടുക്കാം. അപ്പൊ എന്ത് വരും നോക്കാം. ഈ 1 plus cos theta അവിടെ കിടക്കട്ടെ, 1/cos theta അങ്ങനെ കിടക്കട്ടെ, ഒന്നും ചെയ്യണ്ട. ഇനി sin square theta plus 1 plus cos theta into 1 plus cos theta 1 plus cos theta whole square എന്നായി. സോ എന്താണ് 1 plus cos square theta plus എന്ത് കിട്ടും 2 cos theta എന്ന് വരും, ഡിവൈഡഡ് ബൈ എന്ത് വരും, ഒരു 1 plus cos theta വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. വളരെ ഈസി ക്വസ്റ്റൻ ആണ്. എന്താണ് ഇനി ഈ sin square theta plus cos square theta എന്തായി മാറി, 1 ആയി മാറിക്കഴിഞ്ഞു അല്ലേ. sin square theta plus cos square theta 1 ആണ്, പ്ലസ് ഒരു 1 കൂടി ഉണ്ട്, അപ്പൊ എന്തായി 2 ആയി മാറി. സോ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും, 2 plus 2 cos theta ഡിവൈഡഡ് ബൈ 1 plus cos theta വരും. ഇതിന്റെ ഇതൊക്കെ കണ്ടുകൊണ്ട് പുറത്ത് ആരിപ്പുണ്ട്, ഒരു 1/cos theta കിടപ്പുണ്ട്. 1/cos theta ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം, 2 into 1 plus cos theta ബൈ എന്താണ് ഒരു 1 plus cos theta കൂടി വരും അല്ലേ. 2 into 1 plus cos theta ബൈ 1 plus cos theta വരും. ഈ 1 plus cos theta 1 plus cos theta കട്ട് പേസ്റ്റ്. അർത്ഥം എന്താണ്, ബാക്കി എന്തുണ്ട്, 2 ബൈ ഒരു cos theta ഉണ്ട്, വിച്ച് ഈസ് 2 sec theta. എന്ത് കിട്ടി, 2 sec theta എന്ന് നമുക്ക് ആൻസർ കിട്ടി. വളരെ ഈസി ക്വസ്റ്റൻ അല്ലേ. നമുക്ക് ഇത് ആൻസർ നോക്കാം. 2 sec theta ഓപ്ഷനിലുണ്ടോ, ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അല്ലേ. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. 2 sec theta ആണ് നമ്മുടെ ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പേടിച്ചു പോയി, അമ്മ ഇതിന്റെ ആൻസർ ഭയങ്കര വലുതായിരിക്കും. പക്ഷെ ഓപ്ഷൻസ് ഒക്കെ നോക്കുക, എല്ലാ ഓപ്ഷൻസ് ചെറുതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. നമുക്ക് എന്താണ്, നമ്മുടെ ഗ്രൂപ്പ് ഡി ഇങ്ങനെ വിളിച്ച് അങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് അല്ലേ. നമ്മളിപ്പോൾ NTPC എക്സാം നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ എന്തുണ്ട്, ഗ്രൂപ്പ് ഡി എന്ന സെക്ഷനിൽ ഒരുപാട് കോഴ്സുകളിലേക്ക് ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇതിനുവേണ്ടി എഫക്റ്റീവ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് എന്തായാലും വേണം അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സ്കീം നമ്മളിവിടെ CCയിൽ ഓഫർ ചെയ്യാണ്. അങ്ങനെ ഒരു സൗകര്യം നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യാണ്. സോ നിങ്ങൾ ഓഫർ ഫ്രീ മെന്റർഷിപ്പ്, ലൈവ് മെന്റർഷിപ്പ് സെക്ഷൻസും എല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് RRBയുടെ ഗ്രൂപ്പ് ഡിയിലേക്ക് പുതിയൊരു കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ എല്ലാവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് വീക്കിലി ടെസ്റ്റും എല്ലാ ലൈവ് സെഷൻസും ഒക്കെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിച്ചത് നമുക്ക് നാളെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയിൽ ഒരു ജോലി എടുക്കുക, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി എടുക്കുക എല്ലാവർക്കും നല്ല സ്വപ്നമാണ്.
ഇനിയും ഏജ് ഔട്ട് ആവാറായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വപ്നം കൈവരിക്കാൻ, എല്ലാവരും സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്താണ്, ധൈര്യമായിട്ട് ഒന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? sin 3a is equal to cos 30 degree minus a where a is an acute angle. Then what is the value of 2 cosec a plus tan square 2a minus cot square a എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ആകെ തന്നേക്കുന്നത് വേറെ ഒന്നും തന്നിട്ടില്ല. എന്താണ് ആകെ തന്നേക്കുന്നത്? എന്താണ്? sin 3a is equal to cos 30 minus a എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. sin 3a is equal to cos 30 minus a എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. എപ്പോഴും കാര്യം ഓർക്കുക, sin എയും cos ബിയും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? a plus b is equal to 90 ഡിഗ്രി ആയിരിക്കും. sin എയും cos ബിയും ഈക്വൽ ആണെങ്കിൽ a plus b എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? സോ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ കിട്ടുക നോക്കാം. എന്ത് കിട്ടും? 3a plus 30 ഡിഗ്രി മൈനസ് a is equal to 90 ഡിഗ്രി. അപ്പം എന്ത് കിട്ടും? 2a is equal to 60 ഡിഗ്രി എന്ന് കിട്ടും. a is equal to എന്ത് കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. a is equal to എന്ത് കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ്? 2 cosec 30 പ്ലസ് tan സ്ക്വയർ 2 into 30 60 ആണ്, മൈനസ് കോട്ട് സ്ക്വയർ 30 ആണ്. ഓക്കെ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? sin 30 1/2 ആണെങ്കിൽ cosec 30 എന്താകും? 2 ആണ്. അപ്പൊ എന്ത് കിട്ടും? 2 into 2 പ്ലസ് tan സ്ക്വയർ 60. tan 60 √3 ആണ്. tan സ്ക്വയർ 60 എന്താണ്? അപ്പോ 3 ആണ് അല്ലേ? 3 ആണ്, മൈനസ് tan 30 1/√3 ആണ്. അപ്പോൾ cot 30 എന്തായി? √3 ആയി. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തായി? 1/√3 ആണ് അല്ലേ? tan √3യുടെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ എന്ത് വരും? 3 വരും. 3 കട്ട്. ബാക്കി എന്തുണ്ട്? 2 into 2 ഉണ്ട്, 4 ഉണ്ട് കേട്ടോ. ആൻസർ എന്ത് വന്നു? 4 വന്നു, വിച്ച് ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 4 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? നമ്മളെ ആകെ ഉപയോഗിച്ച ഒറ്റ തിയറമാണ്. എന്ത്? sin a ഈക്വൽ ടു cos b ആണെങ്കിൽ a is equal to അല്ല a plus b is equal to 90 ഡിഗ്രി ആണ് കേട്ടോ. sin a cos b ഈക്വൽ ആണെങ്കിൽ a plus b equal to 90 ഡിഗ്രി ആണ്. ഒറ്റ കൺസെപ്റ്റ് ഇതാണ് നമ്മൾ ഫുൾ ആൻസർ കണ്ടുപിടിച്ചത്. സോ വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഇത്, ഓർത്തിരിക്കുക കേട്ടോ. ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? cos 9 ഡിഗ്രി പ്ലസ് sin 81 ഡിഗ്രി ഇൻറ്റു sec 9 ഡിഗ്രി ഇൻറ്റു cosec 81 ഡിഗ്രി ബൈ sin 56 sec 34 പ്ലസ് cos 25 cosec 65 എന്നാണ് തന്നേക്കുന്നത്. കാണുമ്പോൾ എന്താ ദൈവമേ എന്ത് വലിയ ക്വസ്റ്റ്യൻ ആണ്. 65 95 9 81 നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരു പേടിയും വേണ്ട, എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എന്താണ് ഓർത്തിരിക്കണമെന്ന് വെച്ചാൽ എന്താണ്? cos x എന്ന് പറയുന്നത് sin 90 ഡിഗ്രി മൈനസ് എക്സ് ആണ്. ഓക്കെ, cos x എന്ന് പറയുന്നത് sin 90 ഡിഗ്രി മൈനസ് എക്സ് ആണ്. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? cos 9 ഡിഗ്രിയെ എങ്ങനെ എഴുതാം? cos 9 ഡിഗ്രിനെ എങ്ങനെ എഴുതാം? sin 90 മൈനസ് 9 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. cos 9 ഡിഗ്രിനെ എന്ത് എഴുതാം? sin 90 മൈനസ് 9 ഡിഗ്രി എന്ന് എഴുതാം. അപ്പൊ എത്രയാണ് വരിക? sin 81 എന്ന് വരും അല്ലേ? sin 81 എന്ന് വരും. സോ cos 9 വരെ നമുക്ക് എന്തിനെ എഴുതാം? sin 81 തന്നെ എഴുതാം. ഈ സെയിം സംഭവം എവിടെയാണ്? കൊസീക്കിലും സീക്കിലും ആപ്ലിക്കബിൾ ആണ് അല്ലേ? ഈ സെയിം സംഭവം കൊസീക്കിലും സീക്കിലും ആപ്ലിക്കബിൾ ആണ്, കോട്ടിലും ടാനിലും ആപ്ലിക്കബിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? എങ്ങനെ എഴുതാം? ന്യൂമറേറ്റർ എങ്ങനെ എഴുതാം? sin 81 പ്ലസ് sin 81 ഇൻറ്റു എന്ത് വരും? cosec 81 പ്ലസ് cosec 81 എന്ന് വരും. ഓക്കെ, sin 81 പ്ലസ് sin 81 2 sin 81 ഇൻറ്റു 2 cosec 81 എന്ന് വരും. cosec 81 sin 81 കട്ട്. ബാക്കി എന്തുണ്ട് ന്യൂമറേറ്ററിൽ? ഒരു 4 മാത്രമുണ്ട്. ഒരു 4 മാത്രമേ ന്യൂമറേറ്ററിൽ വരുള്ളൂ.
സോ ന്യൂമറേറ്റർ എന്തായി, നമുക്ക് 4 എന്ന് കിട്ടി. ഇനി ഡിനോമിനേറ്ററിന്റെ കാര്യം, ഡിനോമിനേറ്റർ നോക്കണം. ഡിനോമിനേറ്റർ നോക്കാം. അപ്പൊ എന്ത് വരും? ഡിനോമിനേറ്റർ ആകുന്നത് സൈൻ 56 ഡിഗ്രി ഇൻറ്റു സീക്ക് 34 ഡിഗ്രി എന്നാണ്. സൈൻ 56 ഇൻറ്റു സീക്ക് 34 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 56 ബൈ കോസ് 56 കോസ് 34 എന്ന് എഴുതാം. നമുക്കറിയാം, നേരത്തെ പഠിച്ചു എന്താണ് കോസ് 34 എന്തിനോട് ഈക്വൽ ആണ്? സൈൻ 90 മൈനസ് 34 ഈക്വൽ ആണ്, വിച്ച് ഈസ് സൈൻ 56. സോ എന്താണ് ആൻസർ? സൈൻ 56 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? സൈൻ 56 തന്നെ കിട്ടും. സോ ആൻസർ എന്ത് വരും? 1 വരും. ഇതേ കാര്യം നമുക്ക് രണ്ടാമത്തെ ടൈമിൽ ഉപയോഗിക്കാം. എന്താണ്? കോസ് 25ഉം കൊസീക് 65ഉം കോസ് 25ഉം കൊസീക് 65ഉം റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആണ്. ഓക്കെ, ഇപ്പോൾ കൊസീക് 65 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ സൈൻ 65 ആണ്. 1 ബൈ സൈൻ 65 എന്തിനോട് ഈക്വൽ ആണ്? 1 ബൈ കോസ് 25നോട് ഈക്വൽ ആണ്. കോസ് 25 ബൈ കോസ് 25 വരും, which means it is 1. സോ ആൻസർ എന്ത് എഴുതാം? ന്യൂമറേറ്ററിൽ 4 ഉണ്ട്, താഴെ 2 1 ആഡ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? സോ ആൻസർ എന്ത് വരും? 4/2 വരും, which is equal to 2 കിട്ടും, which is ഓപ്ഷൻ 4. കേട്ടോ, ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ, 2 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിയേ, cos 90 ഡിഗ്രി പ്ലസ് എ ഡിവൈഡഡ് ബൈ കൊസീക് സീക് 270 ഡിഗ്രി മൈനസ് എ പ്ലസ് സൈൻ 70 ഡിഗ്രി പ്ലസ് എ പ്ലസ് ഡിവൈഡഡ് ബൈ കൊസീക് 630 ഡിഗ്രി മൈനസ് എ. ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കുക, ആൻസർ കമന്റ് ചെയ്യുക. നമ്മൾ ഇത്രയും ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചതിലേക്ക് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. കുറച്ച് റൊട്ടേഷനും കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷനും കുറച്ച് വിലകളും അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓപ്ഷൻസ് വരുന്നത് 3CK, tan A CK, 0, 1 എന്ന 4 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ആൻസർ കമന്റ് ചെയ്യുക. സോ നമ്മൾ ഇത്ര നേരം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രിഗ്നോമെട്രിയുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു അല്ലേ? ഇപ്പോൾ ട്രിഗ്നോമെട്രി എന്ന ടോപ്പിക്കിൽ എന്തൊക്കെ മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് എൻ്റെ ടേബിൾ വാല്യൂസ് എന്താണ്, അറ്റ്ലീസ്റ്റ് 30, 60, 90, ഇപ്പോൾ 45 കുറഞ്ഞത് എന്തെങ്കിലും പഠിച്ചു വെക്കുക. ഇതുപോലും വരാണ്ട് ഒരിക്കലും പരീക്ഷയ്ക്ക് വരുന്നത്. ഒപ്പം തന്നെ കുറച്ച് ബേസിക് ഇക്വേഷൻസ്, ഒരുപാട് ഡീപ്പ് ലെവൽ tan 3a sin 3a ഒന്നും പഠിക്കണ്ട. അറ്റ്ലീസ്റ്റ് ഒരു tan 2a വരെ ഉള്ളതെങ്കിലും പഠിച്ചു വെക്കുക. ഒപ്പം തന്നെ sin x പ്ലസ് sin y, cos x പ്ലസ് cos y, അങ്ങനത്തെ കുറേ ഇക്വേഷൻസ് ഉണ്ട്, അതും പഠിച്ചു വെച്ചേക്കുക. അത്രയും ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ കുറച്ച് റൊട്ടേഷനും, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട റൊട്ടേഷനാണ്. കുറച്ച് റൊട്ടേഷൻ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്താണ് നമ്മുടെ ഈ ട്രിഗ്നോമെട്രി എന്ന ടോപ്പിക് ഫുള്ളും കവർ ചെയ്യാം. ഒരു പേടിയും വേണ്ട, വളരെ ഈസിയാണ് ചാപ്റ്റർ കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ വേണ്ടത്, അത് കമൻറ്റ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ.